പീസ് ലില്ലിയിൽ കുറേ അധികം ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയിരുന്നു. ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് പ്ലാന്റ്സ് ആയി. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഒരുപാട് പോട്ടിലേക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ തന്നെ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ആക്കി എടുക്കാം. നമുക്ക് പുതിയ പ്ലാന്റ്സ് ഡെയിലി വാങ്ങിക്കണോ അങ്ങനെയൊന്നുമില്ല. ഉള്ള പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ആക്കി നമുക്ക് ഭംഗിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്ന് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ്. അമ്മ കുറച്ച് നാൾ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും വലുതായിട്ടുണ്ടായിരുന്നില്ല ഈ ബേബി പ്ലാന്റ്സ് ഒക്കെ. ഇപ്പോൾ ഇത് നമുക്ക് പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറ്റി നടാൻ പറ്റിയ ആ ഒരു സൈസിലായിട്ടുണ്ട്. ഈ കാണുന്ന ബേബി പ്ലാന്റ്സിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റ് വെക്കുമ്പോഴും. പക്ഷേ ഇതിപ്പോൾ വളർന്ന് ഒരുപാട് ബേബി പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ പ്ലാന്റ്സിനെ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നോ അത്രത്തോളം അത് നമുക്കും തിരിച്ച് ആ സ്നേഹം തരും. ഞാനിവിടെ റീപോർട്ടിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആദ്യം അവിടെ സൈഡിലായിട്ട് നമ്മുടെ പ്ലാന്റർ ബോക്സിൽ നിന്ന് സോയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക കേട്ടോ. അതിലുണ്ടായിരുന്ന പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോയതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സിലുണ്ടായിരുന്ന കംപ്ലീറ്റ് സോയിലൊക്കെ മാറ്റി അവിടെ വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ പണിയാണ് അവിടെ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീസ് ലില്ലി തന്നെ ഞാനൊരു 3-4 പോട്ടിലോട്ട് മാറ്റിയതുകൊണ്ട് തന്നെ ഈ സ്പേസിൽ നമുക്കിനി ചെടികൾ വെക്കാനായിട്ട് പറ്റില്ല. കാരണം ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ പ്ലാന്റ്സ് ഒക്കെ ഞാൻ മറ്റൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് പീസ് ലില്ലി എല്ലാം ഈ ഭാഗത്ത് തന്നെ അറേഞ്ച് ചെയ്തു. കാരണം ഇത് അധികം വെയിലൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.